നമസ്കാരം. കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് ഞാൻ വായിക്കാൻ അതിൻ്റെ ഉത്തരം പറയാം. അപ്പോൾ നമ്മുടെ അടുത്തിപ്പം 16-ാം തീയതി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടേഴ്സിന് പരീക്ഷയുണ്ട്. 31-ാം തീയതി എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയുണ്ട്, ക്ലർക്കിൻ്റെ പരീക്ഷയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. Question number 1. Rule dash of KCS Act mentions mention about the dash bank അല്ലെങ്കിൽ dash cooperative bank അല്ലെങ്കിൽ rule dash of KCS Act mention about the insured cooperative bank. രണ്ട് തരത്തിൽ ചോദ്യം ചോദിക്കാം. ഉത്തരം റൂൾ 15AA. ആ റൂൾ പ്രകാരം ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് 15A ആണ്. ഇനി അതേപോലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 74A ആണ്. രണ്ട് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. ദി ഇലക്ഷൻ പ്രൊസീജിയർ ഓൺ ബിഹാഫ് ഓഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇറ്റ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ഡൺ ബൈ. അപ്പോൾ നമ്മൾ കണ്ടു, നേരത്തെ സെക്ഷൻ 28 പ്രകാരം ഇലക്ഷൻ നടത്തിയ രജിസ്ട്രാറാണ്. എന്നാൽ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം എല്ലാ ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷന് വിട്ടുകൊടുത്തു. ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്താനുള്ള അധികാരം. അങ്ങനെ അധികാരപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഒരു സഹകരണ സംഘത്തെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ ആരെയാണ് നിയമിക്കുന്നത്? അല്ല, ഇലക്ഷൻ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്ന ആരാണ്? ഉത്തരം റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ വരുന്ന അതിനകത്ത് ഇലക്ട്രൽ ഓഫീസറും കാണും, റിട്ടേണിംഗ് ഓഫീസറും കാണും. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന റിട്ടേണിംഗ് ഓഫീസറാണ്. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്, അതായത് പ്രിലിമിനറി വോട്ടർ ലിസ്റ്റും ഫൈനൽ വോട്ടർ ലിസ്റ്റും ഇൻ കേസ് ഓഫ് ഇലക്ഷൻ വോട്ടിംഗ് വരികയാണെങ്കിൽ ബാലറ്റ് പേപ്പറും തയ്യാറാക്കി കൊടുക്കേണ്ടത് ഇലക്ട്രൽ ഓഫീസറും, അതിനുശേഷം ഇലക്ഷൻ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസറുമാണ്. ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ dash of KCS Act, 3 seats are reserved for women candidates in the election of a primary credit society. ഇപ്പോൾ ഏത് സൊസൈറ്റി ആണെങ്കിലും നമ്മുടെ സെക്ഷൻ 28A അനുസരിച്ച് 3 സീറ്റ് വനിതകൾക്ക് സംവരണം ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ചോദിക്കുന്നുള്ള അപ്പോൾ ഏത് സൊസൈറ്റി ആണെന്നാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുള്ളത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ ആൻസർ 28A. Then fourth question. Authority to write off bad debts of a cooperative society is vested with dash. ഇപ്പം ബാഡ് ഡെറ്റ്സ് നമുക്കറിയാം, കിട്ടാക്കടം. അപ്പോൾ ഒരു തരത്തിലും റിക്കവർ ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ഓഡിറ്റർമാരോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ RBI ഉദ്യോഗസ്ഥരോ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് ബാഡ് ഡെറ്റ്സ്, കിട്ടാക്കുറ്റി. അപ്പോൾ ഒരു സഹകരണ സംഘത്തിൻ്റെ ബാഡ് ഡെറ്റ്സ് എന്നിങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇങ്ങനെ ഓരോ വർഷം കാരി ഓവർ ചെയ്തിട്ട് കഥയില്ല, അത് റൈറ്റ് ഓഫ് ചെയ്യണം, എഴുതി തള്ളണം. എഴുതി തള്ളാനുള്ള അധികാരം ആരിലാണ് നിശ്ചിതമായിട്ടുള്ളത്? ഓപ്ഷനകത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, കമ്മിറ്റി എന്നൊക്കെ തരും. പക്ഷേ ഇതിൻ്റെ സുപ്രീം അതോറിറ്റി, ഒരു സഹകരണ സംഘത്തിൻ്റെ സുപ്രീം അതോറിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുപ്രീം അതോറിറ്റീസ് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിക്കാണ് അതിൻ്റെ അധികാരം. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഷെയർ മണി കളക്റ്റഡ് ബൈ ചീഫ് പ്രൊമോട്ടർ ഷാൽ ബി റെമിറ്റഡ് ഇൻ ദി ഫിനാൻസിംഗ് ബാങ്ക് വിത്തിൻ ഡാഷ് ഡേയ്സ്. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ രണ്ട് സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വ്യത്യസ്ത കുടുംബം 25 പേര് കൂടിയിട്ട് യോഗം ചേർന്ന് ഒരു ഷെയർ ക്യാപിറ്റൽ, അതായത് അനാമത്ത് മണി പിരിച്ചെടുക്കും. ആ പിരിച്ചെടുക്കുന്ന ആ ഷെയർ അതിൻ്റെ ഫിനാൻസിംഗ് ബാങ്കിൽ നിക്ഷേപിക്കണം. അതായത് പിരിച്ചെടുത്ത് വിത്തിൻ ഉത്തരം 14 days, 14 ദിവസത്തിനുള്ളിൽ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ദി കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. അപ്പോൾ നമ്മളവിടെ എന്താണ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ നോക്കണം. അപ്പോൾ നമ്മൾ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, സെക്ഷൻ 69 അനുസരിച്ച് തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കുന്നത് തർക്കത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. തർക്കം മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാറും നോൺ മോണിറ്ററി ആണെങ്കിൽ
ആർബിട്രേഷൻ കോർട്ടും. അപ്പോൾ ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഒരു വിധിക്കെതിരെ നമുക്കറിയാം, കോടതി വിധി എന്നാൽ നമുക്ക് ഹയർ അതോറിറ്റി അപ്പീൽ പോകും. അപ്പോൾ ആർബിട്രേഷൻ കോർട്ടിൻ്റെ വിധിക്കെതിരെ അപ്പീൽ പോകുന്ന സ്ഥലമാണ് ട്രിബ്യൂണൽ, കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ആ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ എത്ര അംഗങ്ങളുണ്ടെന്നാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ പോലെ, ഇലക്ഷൻ ബോർഡ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ ബോർഡ് പോലെ, ഇലക്ഷൻ കമ്മീഷനൊക്കെ കുറേ അംഗങ്ങളുണ്ട്. അതുപോലെ ട്രിബ്യൂണലിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ്, ഒരാൾ മാത്രമാണ്. അതിനാണ് പറയുന്നത് സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. റൂള് 6 ഓഫ് KCS ആക്ട് ഡിഫൈൻസ് ഡാഷ്. ഇപ്പോൾ നമ്മൾ ആക്ടിന് പ്രാധാന്യം കൊടുക്കുന്നതല്ല, റൂളിനും പ്രാധാന്യം കൊടുക്കണം. റൂൾ 6 എന്താണ് മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് മോഡൽ ബൈലോ. ഓരോ സഹകരണ സംഘത്തെ നമ്മൾ ടൈപ്സ് ഓഫ് സൊസൈറ്റി ഉണ്ട്. റൂൾ 15 പ്രകാരം ഇപ്പം 13 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 13 ടൈപ്പിൻ്റെയും പ്രവർത്തനം 13 തരത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ബൈലോയുടെ കണ്ടൻസ് വ്യത്യാസമാണ്. അതിനാണ് മോഡൽ ബൈലോ എന്ന് പറയുക. ചിലപ്പോൾ ചോദിക്കുക ആരാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി ടു പ്രിപ്പയർ ദി മോഡൽ ബൈലോ. ചിലപ്പോൾ നേരെ തിരിച്ചു ചോദിക്കാം, അത് രജിസ്ട്രാറാണ്. ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി ടു പ്രിപ്പയർ ദി മോഡൽ ബൈലോ. റൂള് 6. റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ്. റൂൾ അതും മാറിപ്പോയി, ചിലപ്പം ചോദിക്കുന്ന ചോദ്യമാണ് സാധാരണ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പോൾ നമ്മൾ 1969 നമ്മുടെ നിയമം KCS ആക്ട് നിലവിൽ വന്നത്. അതിനകത്ത് അത്ര ഷെഡ്യൂളുണ്ട്, പട്ടികകളുണ്ട്, അതായത് 3 ഷെഡ്യൂൾസ്. അപ്പോൾ അതിനകത്ത് 2013 അമെൻഡ്മെൻറ്റിലാണ് 2 ഷെഡ്യൂൾ പുതുതായിട്ട് കൂടി ചേർത്ത്, ഷെഡ്യൂൾ 2 ആൻഡ് 3. അത് നമ്മുടെ ആക്ട് സെക്ഷൻ എടുക്കുമ്പോൾ മുൻപ് എന്നായിട്ട് പറയാം. അപ്പം ചിലപ്പോൾ അത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ഷെഡ്യൂളാണ് ഉള്ളത്. ദെൻ ദി പെൻഷൻ സ്കീം ഫോർ ദി കോഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ദി പെൻഷൻ സ്കീം ഫോർ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഇൻ കേരള ഈസ് സ്റ്റേറ്റഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. അതായത് പെൻഷൻ സ്കീം ഇപ്പം സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ സഹകരണ ജീവനക്കാർക്കും പെൻഷനുണ്ട്. ആ പെൻഷൻ ഏത് സെക്ഷനിലാണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റേറ്റഡ് ഇൻ സെക്ഷൻ 80A. 80 ജീവനക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഈ 80A ഉണ്ട്, B ഉണ്ട്. 80A പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. 80B ആണ് നമ്മുടെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം എക്സാമിനേഷൻ ബോർഡ്. ഈ പെൻഷൻ സ്കീം നിലവിൽ വന്നത് 1993 മുതലാണ്. ഇതിന് അടുത്തത് 10ാമത്തെ ചോദ്യം, ദ പ്രൊസീജിയർ ഓഫ് ക്രിയേറ്റിംഗ് ഗഹാൻ ഈ സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് KCS ആക്ട്. അതായത് പ്രൊസീജിയർ ഓഫ് ക്രിയേറ്റിംഗ് ഗഹാൻ. ഇപ്പോൾ നമ്മളുടെ ഗഹാൻ നമ്മൾ സ്വത്ത് ജാമ്യത്തിൽ ഹൈപ്പോത്തിക്കേഷൻ അല്ലെങ്കിൽ മോർട്ടിഗേജ് പ്ലഡ്ജ് നമ്മൾ സ്വത്ത് പണയപ്പെടുത്തിക്കൊണ്ട് സഹകരണ സംഘങ്ങളിൽ നിന്ന്, നേരത്തെ PCRDBക്ക് മാത്രമായിരുന്നു ഗഹാൻ ബാധകമായിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വത്ത് പണയപ്പെടുത്തിയിട്ട് വായ്പ എടുക്കും. നമ്മൾ ഭൂമി, പണയ വസ്തു സംഘത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ മുമ്പാകെ, സെക്രട്ടറിയോ GMO MD ആരാണ് മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യാം, ഗഹാൻ്റെ പേപ്പറിൽ 3 ഗഹാൻ്റെ കോപ്പിയിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. ആ ഗഹാൻ, അതായത് പ്രൊസീജിയർ ഫോർ ക്രിയേറ്റിംഗ് ഗഹാൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഡാഷ് ഓഫ് KCS ആക്ട്. KCS ആക്ടിന് ഏതിലാണ്? ചിലപ്പോൾ അത് സെക്ഷൻ ചോദിക്കാം, റൂൾ ചോദിക്കാം. ഇനി ചിലപ്പം ചോദിക്കാം ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫോം ഏതാണ്. അപ്പം ഗഹാനും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗഹാൻ്റെ സെക്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ സെക്ഷൻ 36A ആണ്. റൂളാണെങ്കിൽ 51A ആണ്. ഫോം ആണെങ്കിൽ ഫോം 8A ആണ്. അപ്പോൾ അത് 3 ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11, CCU സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. അപ്പോൾ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓരോ താലൂക്കിലും ആണ് സർക്കിൾ സഹകരണ യൂണിയൻ്റെ പരിധി. നമുക്ക് 2 യൂണിയൻ ഉണ്ട്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ സ്റ്റേറ്റ് ലെവലും, താലൂക്ക് തലത്തിലുള്ളതാണ് CCU സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള സെക്ഷൻ ഏതനുസരിച്ചിട്ടാണ്? സെക്ഷൻ 88 ഓഫ് KCS ആക്ട്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ,
കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്സ്. അപ്പോൾ അതാണ് ലോയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ചോദിക്കുന്നത് സെക്ഷനും റൂളും അല്ലെങ്കിൽ ആ സെക്ഷൻ സബ് സെക്ഷനും. അപ്പം സെക്ഷൻ നമ്മുടെ 110 സെക്ഷനും ശരിക്കും പഠിക്കണം, അതിൻ്റെ സബ് സെക്ഷനും പ്രധാനപ്പെട്ടതിൻ്റെ പഠിക്കണം, ക്ലോസും പഠിക്കണം. അപ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നമ്മൾ കണ്ടു. പിന്നെ ഡിസ്പ്യൂട്ട് മോണിറ്ററി, നോൺ മോണിറ്ററി ആണെങ്കിൽ മോണിറ്ററി ആണ് രജിസ്ട്രാറും, മോണിറ്ററി ആണെങ്കിൽ ആർബിട്രേഷൻ കോർട്ടും. ആ കോർട്ടിൻ്റെ അപ്പീലാണ് നമ്മൾ കണ്ടു. ട്രിബ്യൂണൽ മുമ്പത്തെ ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആർബിട്രേഷൻ കോർട്ട് ഏത് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 70A 70A പ്രകാരമാണ്. അടുത്ത 13ാമത്തെ ചോദ്യം. ഇലക്ട്രൽ ഓഫീസറാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതായത് പ്രിലിമിനറി, അതായത് പ്രാഥമിക വോട്ടർ ലിസ്റ്റും അന്തിമ വോട്ടർ ലിസ്റ്റും. അപ്പം പ്രാഥമിക വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നയാൾക്ക്? നേരത്തെ പ്രൈവറ്റ് ടെക്സ്റ്റിലൊക്കെ റിട്ടേണിംഗ് ഓഫീസർ എന്നായിരിക്കും. ഇപ്പോൾ എക്സാമിനേഷൻ ഇലക്ഷൻ കമ്മീഷന് വിട്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ 2 ഉദ്യോഗസ്ഥർ നിയമിക്കുക. അതാണ് ഇലക്ട്രൽ ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് സബ്മിറ്റ് ചെയ്യണം? ഉത്തരം 7 days ആണ്. അടുത്ത ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഇനാക്റ്റഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ആക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്സ്? നമ്മുടെ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആദ്യമായി ഈ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസ്ഥാനത്തിൻ്റെ ലോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? അതാണ് ആന്ധ്രാപ്രദേശാണ് ആദ്യമായിട്ട് മോഡൽ ബൈലോ പ്രകാരമുള്ള സംസ്ഥാനത്തിൻ്റെ നിയമം പാസ്സാക്കിയത്. അടുത്തത്. ദി എക്സ്പ്ലഷൻ ഫ്രം മെമ്പർഷിപ്പ് ഇൻവോൾവ്സ് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദി മെമ്പർ. ഇപ്പോൾ എക്സ്പൾഷൻ വളരെ ശ്രദ്ധിക്കണം. എക്സ്പൾഷൻ ഉണ്ട്, റിമൂവലുണ്ട്. റിമൂവ് ചെയ്യുക, മെമ്പർഷിപ്പിൽ നിന്ന് നീക്കം ചെയ്യുക. എക്സ്പൾഷൻ പുറന്തള്ളുക ആസ് പെർ സെക്ഷൻ 70. ഇപ്പോൾ 17 അല്ല, എക്സ്പൾഷൻ ചെയ്യുന്നതല്ല ചോദ്യം. സെക്ഷൻ 17 പ്രകാരം 17(1) പ്രകാരം ഒരാളെ ഒരു മെമ്പർഷിപ്പിൽ നിന്ന് എക്സ്പൾഷൻ പുറന്തള്ളിയാൽ അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടുകെട്ടും. അപ്പോൾ സാധാരണ നമ്മൾ സംഘത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യം ഷെയറും ഇൻട്രസ്റ്റും എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ എക്സ്പൾഷൻ ആണെങ്കിൽ അത് സംഘം കണ്ടുകെട്ടും, ഫോർഫീറ്റ് ചെയ്യും. അതേത് പ്രകാരം വന്ന് ചോദിച്ചാൽ സെക്ഷൻ 17 സബ്സെക്ഷൻ 4. എക്സ്പൾഷൻ 1 17(1), ഫോർഫീറ്റ് 17(4). അടുത്ത 16ാമത്തെ ചോദ്യം. ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ കണ്ടു. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, ഇലക്ഷൻ കമ്മീഷണറുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് 3 members, എ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 കമ്മീഷണേഴ്സും. ഇത് കൂടാതെ അതിന് ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്. ആ ചീഫ് എക്സിക്യൂട്ടീവ് നമ്മുടെ കോപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്നാണ് ചോദ്യം. അയാൾ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്, അത് ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ സസ്തയിലുള്ള ആളെയാണ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിയമിക്കുക. അടുത്ത 17ാമത്തെ ചോദ്യം. ദി വോട്ടർ ലിസ്റ്റ് ഫോർ ഇലക്ഷൻ ഓഫ് എ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ഞാൻ മുമ്പ് നമ്മൾ ഡിസ്കസ് ചോദ്യമാണ്. അതിനകത്ത് ചിലപ്പോൾ ചോദിക്കുക ആരാണ്? ഇലക്ട്രൽ ഓഫീസറാണോ, റിട്ടേണിംഗ് ഓഫീസറാണോ, പ്രിസൈഡിംഗ് ഓഫീസറാണോ, വിജിലൻസ് ഓഫീസറാണോ? അങ്ങനെ കുറേ ഓഫീസർമാരായിരിക്കും തരിക. അതിനകത്ത് ഇലക്ട്രൽ ഓഫീസറാണ്. ഇനി ചിലപ്പോൾ ചോദിക്കും ഈ ഇലക്ട്രൽ ഓഫീസർ പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് പബ്ലിഷറിൻ്റെ ഫോം ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് വോട്ടർ ലിസ്റ്റ് ഇലക്ഷൻ കമ്മിറ്റി പ്രിലിമിനറി ആണെങ്കിൽ 34, ഫൈനൽ ലിസ്റ്റ് ആണെങ്കിൽ ഇൻഫോ നമ്പർ 35. അപ്പോൾ 34 35 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. പബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ഇലക്ട്രൽ ഓഫീസർക്കാണ്. ദെൻ അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ടക്റ്റഡ് ബൈ പ്രൊമോട്ടേഴ്സ് ഈസ് കോൾഡ് ഡാഷ് കമ്മിറ്റി.
അതായത് സഹകരണ സംഘം രൂപീകരിച്ചാൽ വേണ്ടി നമ്മൾ കണ്ടു. അതിൻ്റെ ഫസ്റ്റ് കമ്മിറ്റി, ഇപ്പം ഒരു 5 തരം കമ്മിറ്റിയുണ്ട്, വല്ല മീറ്റിംഗ് ഉണ്ട്, അല്ല ഒരു പ്രൊമോട്ടേഴ്സ് കൂടുന്ന കമ്മിറ്റിക്ക് പറയുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റി, അതായത് ഫസ്റ്റ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി കണ്ടക്റ്റഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ്, സംഘാടകർ വിളിച്ചു ചേർക്കുന്ന കമ്മിറ്റിയുടെ പേരെന്ന്, അതാണ് അഡ്ഹോക്ക് കമ്മിറ്റി. ഉത്തരം അഡ്ഹോക്ക് കമ്മിറ്റി. അടുത്ത 19ാമത്തെ ചോദ്യം. ദ മാക്സിമം നമ്പർ ഓഫ് കോ-ഓപ്റ്റഡ് മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 31 ഈസ് ഡാഷ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ സഹകരണ സംഘത്തിൻ്റെ എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. എലക്റ്റഡ് മെമ്പേഴ്സ് മീൻസ് അതിൻ്റെ സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. ഇതുകൂടാതെ നമ്മുടെ ചോദ്യം ഇവിടെ സെക്ഷൻ 31 പ്രകാരം, 31 പ്രകാരം ഒരു സഹകരണ സംഘം, അതായത് എല്ലാ സഹകരണ സംഘത്തിൻ്റെ അല്ല, സെൻട്രൽ സംഘങ്ങളുടെയും അപ്പർ സംഘത്തിൻ്റെ ഭരണസമിതിയിലേക്ക് ഗവൺമെൻറ്റിന് 2 പേരെ നോമിനേറ്റ് ചെയ്യാം. അതെത്ര പേരെന്നാണ് ചോദ്യം. അതാണ് 2 മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും ഒരു സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതിയിൽ എത്ര അംഗങ്ങളുണ്ട് പരമാവധി. അതിൽ സെൻട്രൽ സംഘത്തിൻ്റെ അപ്പർ സംഘത്തിലൊക്കെ 21 ആണ്. ആ 21 എലക്റ്റഡ് ആണ്. 21 പേരെ കൂടെ 2 പേരെ കൂടെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, കോപ്റ്റ് ചെയ്യാം 31 പ്രകാരം. പിന്നെ വേറെ അതർ സൊസൈറ്റിയിലെ പ്രൈമറി സൊസൈറ്റിയിലുള്ള കോപ്റ്റ് ചെയ്യും, അത് ഗവൺമെൻറ് അല്ല ചെയ്യുന്നത്, അത് കമ്മിറ്റിക്ക് തന്നെ കോപ്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് അടുത്ത ചോദ്യം. നമ്മൾ ഇപ്പോൾ കണ്ട് 2 മെമ്പേഴ്സാണ് കോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത 20ാമത്തെ ചോദ്യം. ദ കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്സ്. വിജിലൻസ് ഓഫീസർ. അപ്പോൾ ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും അതിഗുരുതരമായ ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് തോന്നിയാൽ അത്തരം കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസറെ നിയമിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് ചോദ്യം. 68A ആണ് പലപ്പോഴും ചോദിച്ച ചോദ്യമാണ് വിജിലൻസ് ഓഫീസർ. അല്ല, 68A പ്രകാരം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ഏതാണെന്ന് ചോദിക്കാം. അവിടെയും കുറേ റിട്ടേണിംഗ് ഓഫീസിൽ, ഇലക്ടറൽ ഓഫീസിൽ വിജിലൻസ് ഓഫീസർ സംഘം തരും. അത് 68A ഉറപ്പിക്കുക വിജിലൻസ് ഓഫീസറാണ്. അടുത്ത 21ാമത്തെ ചോദ്യം. ദ റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദി എലക്ഷൻ ഇറ്റ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ്. ഇപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ നമ്മൾ കണ്ടു, ഒരു താലൂക്ക് അടിസ്ഥാനത്തിൽ സംഘങ്ങളുടെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ആ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ നടത്തുന്നതിനുള്ള റിട്ടേണിംഗ് ഓഫീസറാണ്. ആരാണ് ആ റിട്ടേണിംഗ് ഓഫീസർ? അതിൻ്റെ കമ്മിറ്റിയിൽ തന്നെ ഉള്ള ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അതായത് ആ കൺസേൺഡ് താലൂക്കിലെ ഓഡിറ്റ് വിഭാഗം, നമ്മൾ കണ്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് 2 വിങ്ങുണ്ട്, ഓഡിറ്റ് വിങ്ങും ജനറൽ വിങ്ങും. ഓഡിറ്റ് വിങ്ങിൻ്റെ താലൂക്ക് തല ഉദ്യോഗസ്ഥനാണ് AD, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അസിസ്റ്റൻറ്റ് ഡയറക്ടറെയാണ് അതിൻ്റെ എലക്ഷന് വേണ്ടിയിട്ട് റിട്ടേണിംഗ് ഓഫീസർ ആറുമായിട്ട് നിയമിക്കുക. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ അതിൻ്റെ സെക്രട്ടറി ആയിരിക്കും. ഇതൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം. എ കോപ്പറേറ്റീവ് ബാങ്ക് വിച്ച് ഹാസ് ബീൻ അഫിലിയേറ്റഡ് വിത്ത് ദ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈസ് കോൾഡ് ഡാഷ്. അത് ഇതിന് ആൻസർ നമ്മൾ മറ്റൊരു തരത്തിൽ മുമ്പേ കണ്ടതാണ്. ചോദ്യം ഇതാണ്: ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? ആ ബാങ്കാണ് ഇൻഷേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മൾ മുമ്പേ പറഞ്ഞു സെക്ഷൻ 74A പ്രകാരമുള്ളത്. അത് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ വകുപ്പ് 13D പ്രകാരം ഉള്ള ബാങ്കാണ്. അതാണ് ഇൻഷേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്, സെക്ഷൻ 74A. അത് ഓർത്തിരിക്കണം. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ചോദ്യം, 23ാമത്തെ ചോദ്യം. ദ കസ്റ്റോഡിയൻ ഓഫ് ദി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് ഡാഷ്. സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അപ്പോൾ നമ്മൾ സെക്ഷൻ 56 അനുസരിച്ച് ഒരു സഹകരണ സംഘത്തിൻ്റെ ലാഭവിഭജനം നടത്തുമ്പോൾ അതിൽ നിന്ന് പല റിസർവുകൾ പലതിലേക്ക് ചിലവ് മാറ്റിവെക്കണം. ഇപ്പോൾ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസ് B പ്രകാരം ഒരു സഹകരണ സംഘത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും 5%
തുക നമ്മൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അത് പല രീതിക്കാണ് ചോദ്യം ചോദിക്കുക. അതിൻ്റെ കസ്റ്റോഡിയൻ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ അത് അടയ്ക്കേണ്ട സംഘം അടയ്ക്കേണ്ടത് SSU സ്റ്റേറ്റ് കോഓപ്പറേറ്റീവുകളിലാണ്. ഇനി എത്ര അടയ്ക്കണമെന്ന് ചോദിച്ചാൽ ചില മാക്സിമം ഉണ്ട്. നമ്മൾ കണ്ട് ലാഭത്തിൻ്റെ 5%. ഒരു 5 കോടി ലാഭം ഉണ്ടെങ്കിൽ 5% വെക്കണ്ട. അതിൻ്റെ ലിമിറ്റഡ് ഇറ്റ് ₹60,000. നേരത്തെ 40,000 ആയിരുന്നു. അത് കഴിഞ്ഞ് അമെൻഡ്മെൻറ്റിൽ അത് കൂട്ടിയിട്ട് അത് 60,000 ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കസ്റ്റോഡിയൻ സൂക്ഷിപ്പുകാരൻ അടയ്ക്കേണ്ടത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവുകളിലാണ്. ആ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ കണ്ടു നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ വിദ്യാഭ്യാസ പരിപാടികൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത 24ാമത്തെ ചോദ്യം അതുപോലെ ചോദിക്കാം. എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മൾ ചോദിച്ചാൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കസ്റ്റോഡിയൻ ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. 2 ഫണ്ടുണ്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. എഡ്യൂക്കേഷൻ ഫണ്ടുണ്ട്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടുണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടുണ്ട്. മാറിപ്പോകരുത്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫണ്ടാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മൾ കണ്ടു കേരളത്തിൽ സഹകരണ മേഖലയിൽ പ്രൊഫഷണൽ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, ഫാർമസി, അങ്ങനെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളുണ്ട്. അവയുടെ അപ്ലിഫ്റ്റ് വേണ്ടിയിട്ടുള്ളതാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രാറാണ്, RCS ആണ്. അത് ഏത് സെക്ഷനാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് CC. എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മൾ കണ്ടു 56 സബ്സെക്ഷൻ 1 ക്ലോസ് B ആണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് C പ്രകാരമാണ്. അതടയ്ക്കേണ്ടത് രജിസ്ട്രാർക്കാണ്. അതിൻ്റെ കസ്റ്റോഡിയൻ രജിസ്ട്രാറാണ്. ചിലപ്പോൾ അതിൻ്റെ ചോദിക്കുക അതിൻ്റെ മാക്സിമം ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലിമിറ്റ് 1 lakh മാറിപ്പോകരുത്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ ലിമിറ്റ് 60,000. പ്രൊഫഷണൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ ലിമിറ്റ് 1,00,000. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ കസ്റ്റോഡിയൻ SSU സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ കസ്റ്റോഡിയൻ രജിസ്ട്രാർ. ഇനി വകുപ്പ് ചോദിച്ചാൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസ് B. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് CC. ചോദിക്കുന്ന ചോദ്യമാണ്, ഓർത്തിരിക്കുക. അടുത്ത 25ാമത്തെ ചോദ്യം. എ ഡിസിഷൻ ഓഫ് ആൻ ആർബിട്രേറ്റർ ഈസ് കോൾഡ്. നമ്മൾ നേരത്തെ കണ്ട ആർബിട്രേഷൻ. നമ്മൾ ആർബിട്രേഷൻ വന്നാൽ അത് നമ്മുടെ ഡിസ്പ്യൂട്ട് വന്നാൽ ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്നയാളാണ് ആർബിട്രേറ്റർ. അത് പറയുന്നത് എ ഡിസ്പ്യൂട്ട് ഈസ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ദ സെറ്റിൽമെൻറ്റ് ഓഫ് എ ഡിസ്പ്യൂട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആർബിട്രേറ്റർ ഓർ ആർബിട്രേഷൻ കോർട്ട്. ഒരു ആർബിട്രേറ്ററുടെയോ ആർബിട്രേഷൻ കോർട്ടിൻ്റെയോ സഹായത്തോടെ ഒരു ഡിസ്പ്യൂട്ട് തർക്കം സെറ്റിൽ ചെയ്താൽ അതാണ് ആ പ്രോസസ്സാണ് ആർബിട്രേഷൻ. ആർബിട്രേഷൻ നടത്തുന്ന ആർബിട്രേറ്ററാകാം, ആർബിട്രേഷൻ കോർട്ടാകാം. നമ്മൾ മുമ്പ് കണ്ടു ആർബിട്രേറ്റർ മീൻസ് രജിസ്ട്രാർ. രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് വേണ്ടി രജിസ്ട്രാർ നിയമിക്കുന്നയാളെയാണ് ആർബിട്രേറ്റർ എന്ന് പറയുക. അപ്പോൾ ആർബിട്രേറ്ററുടെ തീരുമാനം, ഡിസിഷൻ, അതിന് പറയുന്ന പേരെന്താണ്? അതാണ് അവാർഡ്. ചിലപ്പോൾ അവാർഡെന്ന് പറയും, ഡിഗ്രിയും തരും. ഇപ്പോൾ 2 സെയിമാണ്. അപ്പോൾ ഡിഗ്രി മീൻസ് സാധാരണ ഡിഗ്രി എന്ന് പറഞ്ഞാൽ വിധിക്ക്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഡിഗ്രി മീൻസ് ജുഡീഷ്യറിയുടെ ഡിസിഷനാണ് ഡിഗ്രി. കോസി ജുഡീഷ്യറിയാണ് അവാർഡ്. അങ്ങനെ ഓർത്തിരുന്ന് എളുപ്പമാണ്. ചിലപ്പോൾ ഡിഗ്രി എന്നും തരാം, അവാർഡും തരാം, സെയിമാണ്. ഇപ്പം ഡിഗ്രി വിധിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കാണ്. കോസി ജുഡീഷ്യറി മീൻസ് ആ സംഭവം നടക്കുമ്പോൾ മാത്രം അതിനൊരു ജുഡീഷ്യറിയുടെ അധികാരമുണ്ട്. ആ കോസി ജുഡീഷ്യറി വയ്ക്കുന്നതാണ് അവാർഡ്. അപ്പോൾ ആർബിട്രേറ്റർ മീൻസ് ഒരു ഡിസ്പ്യൂട്ട് തീർപ്പാക്കുന്നയാൾ ഫോർ രജിസ്ട്രാർക്ക് വേണ്ടി രജിസ്ട്രാറാകാം, അഡീഷണൽ രജിസ്ട്രാറാകാം, ജോയിൻറ്റ് രജിസ്ട്രാറാകാം, അസിസ്റ്റന്റ് രജിസ്ട്രാറാകാം, ഇൻസ്പെക്ടറാകാം. അതാണ് ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മൾ സ്ട്രക്ചർ എടുത്താൽ ഏറ്റവും താഴെ താലൂക്ക് തലത്തിൽ നമ്മൾ കണ്ടു അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസാണ് ജനറൽ. ആ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലുള്ള ഏറ്റവും താഴത്തെ രജിസ്ട്രാർ അധികാരം ഡെലിഗേറ്റുള്ള അധികാരമാണ് A&E ഇൻസ്പെക്ടർ, ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഇൻസ്പെക്ടർ. അയാളാണ് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അയാൾ ആർബിട്രേറ്ററാണ്. ഇനി അത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ചെയ്യെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആർബിട്രേറ്ററാണ്. അപ്പോൾ അത് ഒരു ആർബിട്രേറ്ററുടെ വിധിക്ക് പറയുന്ന പേരാണ്. അയാളുടെ ഡിസിഷൻ, തീരുമാനം ഇൻ റൈറ്റിംഗ് അയാൾ എഴുതി ഉണ്ടാക്കുന്നതാണ് അവാർഡ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ തുടർന്നായിട്ടൊന്ന് അടുത്ത ദിവസം തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.